5-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ ക്രിസ്തു തന്റെ ഐഹിക കാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്ന ഉറച്ച നിലവിളിയോടും കണ്ണീരോടും കൂടെ അപേക്ഷിക്കുകയും അഭയയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. നമുക്ക് മാതൃക വെച്ചിട്ട് പോയ യേശുവിനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക എന്നൊക്കെ എബ്രായ ലേഖനം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സമസ്ത വിഷയത്തിന്റെ മധ്യത്തിലും ക്രിസ്തു യേശു നമുക്ക് ചൂണ്ടുപലകയായി നിൽക്കുകയാണ്. വഴികാട്ടിയായി ക്രിസ്തു യേശു നമുക്ക് നമ്മുടെ മാതൃകയായി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സകലവിധമായിരിക്കുന്ന വിഷയത്തിന്റെ മധ്യത്തിലും നിശ്ചയമായി മറുപടിയുണ്ട്. ഒരു വിഷയത്തിന് പോലും മറുപടി ഇല്ലാത്ത വിഷയം നമ്മുടെ ജീവിതത്തിൽ ഇല്ലവേ ഇല്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്റെ ഈ വിഷയം എന്ന് അക്കമിട്ട് പറയുവാൻ കഴിയുമെങ്കിലും ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ ഒരു വിഷയത്തിനും മറുപടി ഇല്ലാത്ത ഒരു വിഷയവും നമ്മുടെ ജീവിതത്തിൽ സകല വിഷയത്തിനും മറുപടിയുണ്ട്. ഹല്ലേലൂയ. നമ്മൾ വ്യക്തിപരമായി മാനുഷിക ചിന്തയിൽ ചിന്തിക്കുമ്പോൾ നമുക്കൊരു മറുപടിയും ലഭിക്കത്തില്ല. എന്നാൽ ആത്മീയ തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്റെ ഈ വിഷയത്തിന് മറുപടി ലഭിച്ചു എന്ന വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായി മറുപടി തരുവാൻ ശക്തനായിരിക്കും ദൈവമത്രേ. പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. എല്ലാവരും ഒന്ന് ചേർന്ന് പറയാമോ? പ്രാർത്ഥനാ ജീവിതം. ചേർന്ന് പറഞ്ഞാട്ടെ, പ്രാർത്ഥനാ ജീവിതം. പ്രാർത്ഥനാ ജീവിതം. ഹല്ലേലൂയ. പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. പ്രാർത്ഥനാ ജീവിതമുള്ള വ്യക്തിക്ക് തോൽക്കുവാൻ കഴിയത്തില്ല. പ്രാർത്ഥനാ ജീവിതമുള്ള വ്യക്തി ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കും. പ്രാർത്ഥനാ ജീവിതമുള്ള വ്യക്തികൾ ജീവിതത്തിൽ ജയാളിയായി മാറുവാനിടയായിത്തീരും. പ്രാർത്ഥനാ ജീവിതമുള്ള വ്യക്തികൾ ഒരിക്കലും പരാജയപ്പെടത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ചിന്തിക്കുന്ന വചനത്തിന് മുമ്പാകെ ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുമോ? അപ്പാ, എന്റെ ജീവിതം ഒരു പ്രാർത്ഥനാ ജീവിതമാക്കി മാറ്റുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായ ഒരു വിഷയവുമില്ല. ഹല്ലേലൂയ. നമുക്ക് മാതൃക കാണിച്ചു തന്ന യേശു പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് യേശുവിന് വ്യക്തമായിട്ട് നമ്മളോട് പറയുവാൻ കഴിയും, ഹല്ലേലൂയ, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കണ്ടെത്തും. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വിടുതലേ നമുക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ കഴിയത്തുള്ളൂ. നമ്മൾ കാണാത്ത അത്ഭുതങ്ങളൊന്നും മറ്റുള്ളവരോട് വിവരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് വെറും മിഥ്യയായി മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന അനുഭവ സാക്ഷ്യങ്ങൾ മറ്റുള്ളവരോട് കൈമാറുമ്പോൾ അതൊരു വലിയ അത്ഭുതമായി മാറുകയാണ്. യേശുവിന്റെ ഐഹിക ജീവിതത്തിൽ പിതാവായ ദൈവം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ആരാണ് തന്നെ ഭൂമിയിലേക്ക് അയച്ചു വിട്ടത് എന്ന ദൗത്യം മനസ്സിലാക്കിക്കൊണ്ട് ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് യേശുവിനുണ്ടായിരുന്നു. പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വളരെ പ്രാധാന്യമായിരുന്നു. തന്റെ ഐഹിക കാലഘട്ടത്തിൽ പ്രാർത്ഥന എന്നുള്ളത് തന്റെ ജീവിതത്തിൽ അനുനിമിഷവും അന്വർത്ഥിച്ചു വന്ന ഒരു ഘടകമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് യേശുവിന്റെ കഷ്ടത വന്നാലും ദുഃഖം വന്നാലും ആ സമയങ്ങളെല്ലാം പ്രാർത്ഥനയിലൂടെയാണ് ആ ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് യേശുവിന്റെ ജീവിതത്തിൽ എത്ര കഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ആഞ്ഞടിച്ചു വന്നെങ്കിലും ഹല്ലേലൂയ, അതിന്റെ മധ്യത്തിൽ പിതാവായ ദൈവത്തോട് പ്രാർത്ഥനയുള്ളത് കൊണ്ട് തന്റെ ജീവിതത്തിൽ ആ കഷ്ടതകളുടെ മധ്യത്തിലും ദൈവപ്രവൃത്തിയായി മാറുവാനിടയായി തീരുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ ഒരു പ്രാർത്ഥനയാണ് ഗദസമനയിലെ പ്രാർത്ഥന. ഗദസമനയിലെ പ്രാർത്ഥനയിൽ സാത്താനും അവന്റെ ദൂതന്മാരും ഹൃദയത്തിന്റെ അകത്തളത്തിൽ ഡിപ്രഷൻ ഇട്ടുകൊണ്ട് ആ മരണഭീതി അവനിൽ നിഴലടിച്ചപ്പോഴും തനിക്ക് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുവാൻ പോലും കഴിയാത്ത ആ നിമിഷങ്ങൾ ഗദസമനയിൽ നമ്മൾ കാണുകയാണ്. ആ യേശു മുട്ടുകുത്തി പിതാവിന്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ
തന്റെ വേദന അതികൊഠൂരമായിരുന്നു. ആ പ്രാർത്ഥനയിൽ തനിക്ക് മറുപടി ലഭിക്കാതെ വേദനപ്പെട്ട് വിങ്ങി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന യേശു തന്റെ അരിമ ശിഷ്യന്മാരുടെ അടുക്കൽ കടന്നു വന്ന് 2 പ്രാവശ്യം പറഞ്ഞില്ലേ, എനിക്ക് വേണ്ടി കൂടെ ഒന്ന് പ്രാർത്ഥിക്കാമോ? യേശുവിന് മനസ്സിലായി ഈ പ്രാർത്ഥനയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം പറയുന്നത്, നിങ്ങൾ ഒരുവർക്ക് വേണ്ടി ഒരുവർ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നമ്മൾ ഒരുവർക്ക് വേണ്ടി കഷ്ടമനുഭവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ സഭയായി പ്രാർത്ഥിക്കുമ്പോൾ, വ്യക്തികളായി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. അത് യേശുവിനെ നിശ്ചയമായി മനസ്സിലാക്കിക്കൊണ്ട് താൻ തനിയെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിരിക്കുന്ന അവസരത്തിൽ തന്റെ വേദനകൾ വർദ്ധിച്ചു വന്നപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന കല്ലേറ് ദൂരം മാറി ഉറങ്ങിക്കിടക്കുന്ന അരുമ ശിഷ്യന്മാരുടെ അടുക്കൽ കടന്നു വന്നുകൊണ്ട് എനിക്ക് വേണ്ടി അല്പനേരം എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. താൻ മറുപടിയും വേറിട്ട് പോയി പ്രാർത്ഥിച്ചു. രണ്ടാമത് വന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു, എനിക്ക് വേണ്ടി അല്പനേരം നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചുകൂടെ? എന്നിട്ടും ശിഷ്യന്മാർ കേട്ടില്ല. തന്റെ പ്രാർത്ഥന നിർത്തിയില്ല കേട്ടോ. അവിടെ ആ ദൈവപ്രവൃത്തി. ഹല്ലേലൂയ. കൂടെയുള്ളവർ ചേർന്ന് നിന്നില്ലെങ്കിലും, കൂടെ ഇരുന്നവർ ഒന്നിച്ച് ഒരുമനപ്പെട്ടില്ലെങ്കിലും, ഹല്ലേലൂയ, തന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വ്യക്തിപരമായ കഷ്ടതയുടെ മധ്യത്തിൽ താൻ ദൈവത്തിന്റെ മുമ്പാകെ പിതാവായ ദൈവത്തിന്റെ മുഖത്ത് നിന്ന് കണ്ണു മാറ്റിയില്ല. മുട്ടുകുത്തി സ്വർഗത്തേക്ക് നോക്കി, അപ്പാ എന്റെ ഈ വിഷയത്തിനൊരു മറുപടി തരണമേ. ഞാൻ ഹൃദയവേദനയോട്, ഹൃദയം പൊട്ടുന്ന വേദനയോടുകൂടെ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങല്ലാതെ ഈ വിഷയത്തിന് മറുപടി ആരുമില്ല എന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ച യേശു അല്പനിമിഷത്തിൽ എന്താ സംഭവിച്ചേ? ദൂതനെ ഇറക്കിയത്. സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്ന് അവനെ സമാധാനിപ്പിക്കുകയാണ്. അടുത്ത നിമിഷം എന്താ? ക്രൂശീകരണമാണ്. അടുത്ത നിമിഷം എന്താ? അവനെ ചമ്മട്ടി കൊണ്ട് അടിക്കുക. അടുത്ത നിമിഷം എന്താ? അവനെ കുന്തം കൊണ്ട് കുത്തുക. അടുത്ത നിമിഷം എന്താ? അവന്റെ മുഖത്ത് തുപ്പുക. അടുത്ത നിമിഷം എന്താ? അവന്റെ താടിരോമങ്ങൾ പിഴുതെടുക്കുക. ഹല്ലേലൂയ. അതെല്ലാം അവൻ അനുഭവിക്കേണ്ട അനുഭവമാണെങ്കിലും പിതാവായ ദൈവം സ്വർഗത്തിൽ ദൂതനെ ഇറക്കി സമാധാനിക്കുന്ന അനുഭവത്തിലേക്ക് വന്നപ്പോൾ മറ്റുള്ളവരെ ഉറപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. ലോകം മുഴുവനും നമുക്കെതിരാണെങ്കിലും ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. ഹല്ലേലൂയ. സ്വന്തക്കാരോ ബന്ധുമിത്രാദികളോ വ്യക്തികളോ ആരുടെ കൂട്ടുകാരോ അധികമായി സ്നേഹിക്കുന്നവരോ കുടുംബക്കാരോ ആരെല്ലാം എതിരാണെങ്കിലും ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലം വേറെ ആരുമില്ല. ദൈവത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയും. എത്ര പേരെന്ന് പകൽക്കാലം ഈ ദൂതനോട് ചേർത്ത് ആമേൻ പറയുവാൻ കഴിയും? ഹല്ലേലൂയ. ലോകം മുഴുവൻ നമുക്ക് പ്രതികൂലമാണെങ്കിലും ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ഹല്ലേലൂയ. പെസഹ ദിവസമല്ലേ ശിഷ്യന്മാർ തന്നെ ഇട്ടിട്ട് ഓടിപ്പോയില്ലേ? ആ പെസഹ ദിവസം തന്നെയല്ലേ അധികമായി സ്നേഹിക്കുന്ന യൂദ തന്നെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തില്ലേ? യഹൂദന്മാർ അവനെ ക്രൂശിക്ക എന്ന് ദേശമൊന്നടങ്കമായി അവനെ ഒറ്റിക്കൊടുത്തപ്പോൾ, ഒറ്റപ്പെടുത്തിയപ്പോൾ സ്വർഗം അവനെ കൈവിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും നമുക്കൊരു വലിയ പ്രതീക്ഷയുണ്ട്. ഈ ആലയത്തിന്റെ അകത്തളത്തിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ അപ്പാ എന്ന് സ്വർഗത്തിലേക്ക് നോക്കി അപ്പാ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി അനുഭവിക്കുന്ന വിഷയത്തിന് മധ്യത്തിലും മറുപടിയുണ്ട് കേട്ടോ. മറന്നു പോകരുത്. ഓരോ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിലും നമ്മുടെ ജീവിതത്തിൽ മറുപടിയുണ്ട്. ഹല്ലേലൂയ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നതാണ്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നതാണ്. ദൈവത്തിന് മുമ്പിൽ കരങ്ങൾ നീട്ടുന്നവരെ മനുഷ്യരുടെ മുമ്പിൽ ദൈവം കരങ്ങൾ നീട്ടുവാൻ ഇടയാക്കത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് മുമ്പിൽ മുട്ടുമടക്കുന്നവരെ മനുഷ്യരുടെ മുമ്പിൽ മുട്ടുമടക്കുവാൻ ഒരിക്കലും ദൈവം ഇടയാക്കത്തില്ല. ദൈവത്തിന് മുമ്പിൽ ആരൊക്കെ കരങ്ങൾ നീട്ടിയിട്ടുണ്ടോ അവരാരും മനുഷ്യരുടെ മുമ്പിൽ കരങ്ങൾ നീട്ടാതെ വണ്ണം ദൈവത്തിന്റെ കൃപ ഓരോ നിമിഷവും വെളിപ്പെടുകയാണ്. അടുക്കും തോറും ദൈവത്തോട് അടുക്കും തോറും ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്വത്വം പ്രാപിക്കണമോ? അനുഗ്രഹം പ്രാപിക്കണമോ? ജീവിതത്തിൽ എന്താകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ആ തലത്തിലെല്ലാം എത്തണമെങ്കിൽ പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത് വലിയൊരു ആയുധമാണ്.
ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന് പറയുന്നത് വലിയൊരു പവർഫുൾ ആയുധമാണ്. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ പ്രാപിക്കണമോ, അനുഗ്രഹങ്ങൾ പ്രാപിക്കണമോ, ഹല്ലേലൂയ, ഈ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന നിർത്തരുത്. പ്രാർത്ഥന തുടർന്നിട്ടേയിരിക്കുക. പഴയ നിയമമായിരിക്കുന്ന എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരും. വായിക്കാമോളെ, അതിന്റെ 3-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാൽ. എസ്തേർ 3-ന്റെ 1. ഹാമാന്റെ പദവിയെ കുറിച്ച് മാത്രമെന്ന് പറഞ്ഞു തൊട്ടുവിട്ടെന്ന് മാത്രം. ഹാമാന് അഹശ്വേരോശ് രാജാവ് ഉന്നത പദവി നൽകി രാജാവിന്റെ കൂടെ ഉപവിഷ്ടനാകുവാനിടയായി. രാജസന്നിധിയിലേക്ക് മൊർദെഖായി കടന്നു വരുമ്പോൾ ഹാമാനെ വണങ്ങണം. ഹാമാനെ വണങ്ങണം എന്നുള്ളത് അഹശ്വേരോശ് രാജാവിന്റെ കൽപ്പനയാണ്. ആ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് മൊർദെഖായി ഹാമാനെ വണങ്ങാതെ കടന്നു വരുമ്പോൾ, എന്നെ ഇത്ര ഉന്നത പദവി നൽകി വെച്ചിരിക്കുന്ന എന്നെ മാനിക്കാത്തവനെ ഞാൻ അവന്റെ പണി കൊടുക്കുന്നുണ്ട്, അവന്റെ പണി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവന് വിരോധമായി ചിന്തിക്കുവാൻ തുടങ്ങി. വിരോധമായി ചിന്തിക്കുവാൻ തുടങ്ങി. നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഒരു ശത്രുവിന്റെ വിരോധാഭാസത്താൽ പലപ്പോഴും ശത്രു ചിന്തിക്കുന്നത് അവനെ തകർത്ത് കളയാനാണ്. ഈ ഹാമാൻ എന്ന വ്യക്തിക്കല്ല മൊർദെഖായിയോട് പ്രയാസം. ഈ മൊർദെഖായിൽ വ്യാപരിക്കുന്ന അന്ധകാര പൈശാചിക മണ്ഡലങ്ങളാണ്. ദൈവമക്കളായിരിക്കും നമ്മൾ വിശ്വസിക്കേണ്ടത്, ഒരു വ്യക്തി നമ്മളെ നോക്കി വിരൽ ചൂണ്ടി ഇവൻ ശരിയല്ല, ഇവനെ എങ്ങനെയെങ്കിലും വകവരുത്തണമെന്ന് അവരിൽ വ്യാപരിച്ചിരിക്കുന്ന മണ്ഡലങ്ങൾ സാത്താന്യ മണ്ഡലങ്ങളാണ്. ആ വ്യക്തിക്ക് നമ്മളോടൊന്നും പരാതിയില്ല, പരിഭവമില്ല. മറിച്ച് ആ വ്യക്തികൾ വ്യാപരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ അവനെ ഇല്ലാതാക്കാൻ നോക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, വ്യക്തിപരമായി ആർക്കെങ്കിലും നമ്മളോട് വിരോധാഭാസം ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം, ആ വ്യക്തിക്ക് നമ്മളോട് വിരോധമില്ല കേട്ടോ. ഹല്ലേലൂയ. ആ വ്യക്തിയിൽ വ്യാപരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളാണ്. സാത്താൻ എപ്പോഴും ഒരു വ്യക്തി വേണമെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. സാത്താൻ ഇങ്ങനെ 2 കൊമ്പും വെച്ച് കറുത്ത രൂപത്തോടുകൂടെ ഇങ്ങനെ 2 പല്ലും നീട്ടിയിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞു വരുന്ന വ്യക്തിയല്ല. ഒരു രൂപമില്ല, സാദൃശ്യ ഗുണങ്ങളൊന്നുമില്ല. ഒരു ശക്തിയാണ് സാത്താൻ. അപ്പൊ ആ ശക്തി ആരാണോ തന്റെ ഹൃദയത്തിൽ പ്രാർത്ഥനയില്ലാതെ, ദൈവാശ്രയമില്ലാതെ കുറ്റങ്ങൾ ചിന്തിച്ചുകൊണ്ട് ആരോപിച്ചിരിക്കുന്ന വ്യക്തിയിലേക്ക് സാത്താൻ കാറ്റുപോലെ കടന്നു കയറിയിട്ട് പിന്നെ തന്നിൽ വ്യാപരിക്കുന്ന മണ്ഡലങ്ങൾ തനിക്ക് വിരോധം, ആ വ്യക്തിക്ക് വിരോധാഭാസമായി ചിന്തിക്കുന്ന വ്യക്തികൾക്ക് വിരോധമായിരിക്കും. അങ്ങനെ ഹാമാന്റെ ജീവിതത്തിൽ മൊർദെഖായിയോടുള്ള പക കടന്നു കയറിയിട്ട് മൊർദെഖായിയെ മാത്രം കൊല്ലുന്നത് ഒരു കുറഞ്ഞ കാര്യമായി കണക്കാക്കിയിട്ട് മൊർദെഖായി ഏത് ജാതിയാന്ന് നോക്കി. വീട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. മൊർദെഖായിയെ മാത്രം കൊല്ലുന്നത് അവന് വെറും നിസ്സാരനായി തോന്നിയിട്ട് മൊർദെഖായിയുടെ കുലം എന്താന്ന് നോക്കിയപ്പോൾ മൊർദെഖായിയുടെ കുലം ഏതാണ്? പ്രാർത്ഥിക്കുന്നവനും ഉപവസിക്കുന്നവനും ആരാധിക്കുന്നവനും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രിയ ദൈവമക്കളെ, ആരാധിക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവകൃപയിൽ നിറയുന്ന പ്രിയ ദൈവമക്കളെ, ദൈവത്തിന് വേണ്ടി പ്രയോജനമായി നിൽക്കുന്ന പ്രിയ ദൈവമക്കളെ, ഒരിക്കലും സാത്താനുകളുടെ ദൂതന്മാരുടെ മണ്ഡലങ്ങളുടെ മധ്യത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ ഒരിക്കലും പരാജയപ്പെടുത്തുവാൻ ദൈവം സമ്മതിക്കുന്നില്ല. ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ആരാധിക്കുന്ന ദൈവമക്കളെ പരാജയപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും, ഒരു അന്ധകാര പൈശാചിക മണ്ഡലങ്ങൾക്കും കഴിയത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. എന്തെങ്കിലും ചെറിയ പ്രതിസന്ധി വരുമ്പോൾ അയ്യോ ഞാൻ പരാജയപ്പെട്ടു പോയി, ഞാൻ തീർന്നു പോയി, എനിക്കിതിൽ നിന്നൊരു കരകയറ്റമില്ലേ? നോ. ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളെന്ന് ദൈവം അത്ഭുതം ചെയ്യുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറയത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി വരികയാണ്, വെളിപ്പെടുകയാണ്. രാജാവിൽ നിന്ന് എഴുത്തുമായി വാങ്ങിച്ച് ആ മൊർദെഖായിയുടെ കുലത്തെ, കുഞ്ഞുകുട്ടികൾ ഉൾപ്പെടെ മൃഗത്തെ സകലത്തെയും ഇല്ലാതാക്കുവാൻ പദ്ധതി, അധികാരപത്രം വാങ്ങി ഹാമാൻ നിൽക്കുകയാണ്. രാജാവിൽ നിന്ന് അധികാരപത്രം വാങ്ങി സകല യഹൂദ കുലത്തെ ഇല്ലാതാക്കുവാൻ പദ്ധതി ഇട്ടുകൊണ്ട്
ആ ഹാമാൻ നിൽക്കുമ്പോൾ മൊർദെഖായിക്ക് എന്താ ചെയ്യാൻ കഴിഞ്ഞത്? കരയാനേ കഴിഞ്ഞുള്ളൂ അല്ലേ? എന്താ പ്രീതി, നമ്മൾ ആരാന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ഉറച്ചു നിൽക്കും. ഏതെല്ലാം പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ നമ്മുടെ ദൈവമക്കളുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ നമ്മൾ ആരാന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ചഞ്ചലപ്പെടത്തില്ല, നമ്മൾ ദുഃഖിക്കത്തില്ല, കരയത്തില്ല. കാരണം നമ്മുടെ കൂടെ യേശുവുണ്ട്. ലോകത്തെക്കാൾ വലിയവൻ നമ്മുടെ കൂടെയുണ്ട്. എത്ര പേർക്കൊന്നും ധൈര്യപ്പെടാൻ കഴിയും? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞു 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 വിഷയങ്ങളുടെ മധ്യത്തിൽ ചഞ്ചലപ്പെടുന്ന പ്രിയതേ മക്കളെ, പരാജയപ്പെട്ടു എന്ന് വിചാരിക്കണ്ട, തീർന്നുപോയെന്ന് വിചാരിക്കണ്ട. നമ്മുടെ കൂടെയുള്ളവൻ ലോകത്തെക്കാൾ വലിയവനത്രേ. ഹല്ലേലൂയ. ഈ സംഭവിച്ചതെല്ലാം ഈ കോമഡി ആയിട്ട് തോന്നുന്നു കേട്ടോ. ഈ 4-ാം വാക്യം സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി രട്ടെടുത്തു വെണ്ണീർ വാരി ഇട്ടുകൊണ്ട് പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. യഹൂദനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ദൈവത്തെ ആരാധിക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വിഗ്രഹങ്ങളെ ഒന്നും ആരാധിക്കാത്തവനാ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവനാന്ന് പറഞ്ഞിട്ട് പ്രയോജനമുണ്ടോ? ഹല്ലേലൂയ. പട്ടണത്തിന് നടുവിൽ ചെന്ന് ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. അവന്റെ കൂടെ ഉള്ളത് ആരാണെന്ന് മനസ്സിലായില്ലെന്നേ. ലോകത്തെക്കാൾ വലിയവൻ അവന്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യമുണ്ടെങ്കിൽ അവനൊരിക്കലും നിലവിളിക്കത്തില്ല, പരാജയത്തിന്റെ വാക്ക് പറയത്തില്ല. മറിച്ച് യഹോവ ഈരേ എന്ന് പറയത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി. മൊർദെഖായി പട്ടണത്തിന് നടുവിൽ ചെന്ന് ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ ഈ വാർത്ത എസ്തേറിന്റെ കാതിലെത്തിയപ്പോൾ എസ്തേർ മൊർദെഖായിയോട് പറയാണ്, നീ ചെന്ന് ശൂശനുള്ള എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഒരു ഉപവാസം പ്രസിദ്ധീകരിക്കുക. ഹല്ലേലൂയ. നീ ചെന്ന് ശൂശനുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ. ഞാനും എൻ്റെ ബാല്യക്കാരികളും അങ്ങനെ തന്നെ ഉപവസിക്കും. കേട്ടോ, പ്രാർത്ഥിക്കുന്നവരെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്നവരെ പരാജയപ്പെടുത്തുവാൻ ശത്രു ഒന്നടങ്കമായി ഉയർത്തെഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക. ഇവിടെ 3 ദിവസം ഉപവസിക്കുക, ഭക്ഷണം കഴിക്കാതെ, ആഹാരം ആസ്വദിക്കാതെ, വെള്ളം കുടിക്കാതെ 3 ദിവസം ഉപവസിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ ശത്രു പരാജയപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ശത്രു ആരാണോ യഹൂദ കുലത്തെ ഇല്ലാതാക്കുവാൻ പദ്ധതിയിട്ടത് ആരാണോ, 3 ദിവസത്തെ ഉപവാസത്തിലും പ്രാർത്ഥനയ്ക്കും ശേഷം ആരാണോ പദ്ധതിയുണ്ട്, അവനൊരുക്കിയ കഴുകുമരത്തിൽ അവൻ തന്നെ തൂങ്ങി മരിക്കുവാനിടയായി തീർന്നു. വചനം എപ്പോഴും അത്ഭുതമാതിരി, വചനം എപ്പോഴും അത്ഭുതത്തിന്റെ പ്രവർത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതാട്ടത്തിൽ വചനം ഈ കാലഘട്ടത്തിലും ജീവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സാത്താൻ തീർന്നുപോയി, നീ മരിച്ചുപോയി, നീ ചത്തുപോയടാ, നിന്നെ കൊണ്ട് ഗുണമില്ലടാ, നീ കൊള്ളത്തില്ലടാ, നിന്റെ കുടുംബത്തിലൊരു നന്മയില്ലടാ, നീ അനുഗ്രഹം പ്രാപിക്കത്തില്ലടാ, ഏതെല്ലാം ശത്രു ഒന്നടങ്കമായി എഴുന്നേറ്റാലും സാത്താനെ, നീ പറഞ്ഞ വാക്കിലൂടെയല്ല, എന്റെ കൂടെയുള്ളവൻ ലോകത്തെക്കാൾ വലിയവനാ. ഹല്ലേലൂയ. ഓ, ഹാമാൻ ഒരുക്കിയ കഴുകുമരത്തിൽ, ഹാമാൻ മൊർദെഖായിക്ക് വേണ്ടി ഒരുക്കിയ കഴുകുമരത്തിൽ ഹാമാൻ തന്നെ തൂക്കപ്പെട്ടെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, സാത്താനും അവന്റെ ദൂതഗണങ്ങൾ ഒന്നടങ്കമായി നമുക്ക്, നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സഭയ്ക്കും വിരോധമായി വ്യാപരിക്കുന്ന മണ്ഡലങ്ങളുടെ മധ്യത്തിൽ ഇന്ന് പകൽക്കാലം യുദ്ധം ഉള്ളതാണ്. ഓ ഹല്ലേലൂയ. ഞാൻ എന്റെ സഭയെ അതിനെ കഴിക്കില്ല. ദൈവത്തിന് നീതിയുള്ള വചനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ജയജാത്ര തുടങ്ങുകയാണ്. പ്രാർത്ഥിക്കുന്ന പ്രിയ മക്കളെ, വിജയശ്രീ ലാളിതനായി മാറുവാനിടയായിരിക്കും. ആരൊക്കെയാണോ പരാജയപ്പെടുത്തിയത്, ആരൊക്കെയാണോ ഒറ്റപ്പെടുത്തിയത്, ആരൊക്കെയാണോ നിന്ദിക്കപ്പെട്ടത്, അവരുടെ മുമ്പിൽ, ആ നിന്ദിച്ചവരുടെ മുമ്പിൽ, ഒറ്റപ്പെടുത്തിയവരുടെ മുമ്പിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇന്നുമെന്നും വഴി നടത്തുന്ന ദൈവമാണ്. ഒന്നടങ്കമായി പറഞ്ഞു, അവനെ നോക്ക്.
അവൻ യഥാർത്ഥത്തിൽ കുറ്റവാളിയാണ്. അവൻ യഥാർത്ഥത്തിൽ വഞ്ചകനാണ്. അവൻ യഥാർത്ഥത്തിൽ ഈ കുറ്റങ്ങളൊക്കെ അനുഭവിക്കേണ്ടവൻ തന്നെയാണെന്ന് പറഞ്ഞ് കൂടെയുള്ളവരും ഒറ്റപ്പെടുത്തി, കുടുംബക്കാരും ഒക്കെ സഹോദരന്മാരും ഒക്കെ ഒറ്റപ്പെടുത്തി നിന്ദിക്കപ്പെട്ടു. നീ ക്രൂശിക്കപ്പെടേണ്ടവനാണെന്ന് പറഞ്ഞ് അവന് നേരെ ആ യഹൂദ ജനം ഒന്നടങ്കമായി വിരൽ ചൂണ്ടിയപ്പോഴും യേശു മിണ്ടാകുന്നു. അറക്കാൻ കൊണ്ടാകുന്ന ആടിനെ പോലെ മിണ്ടാതെയിരുന്നു. ക്രൂശിക്കപ്പെട്ട സമയം ഒരു പടയാളി കുന്തം കൊണ്ട് നെറ്റിൽ കുത്തി, വിലാപ്പുറത്ത് കുത്തി. മുൾക്കിരീടം നീ രാജാവാണോ എന്ന് ചോദിച്ചു. മുൾക്കിരീടം എന്റെ തലയിൽ കമ്പുകൊണ്ട് അടിച്ചിറക്കി. എന്താ സംഭവിച്ചത്? സാത്താൻ വിചാരിച്ചു ഇവനെ തീർത്ത് കെട്ടാം എന്ന് വിചാരിച്ച് യോസേപ്പിന്റെ ആരും അടക്കിയിട്ടില്ലാത്ത കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. സാത്താനും അവന്റെ ദൂതന്മാരും കൂടെയുള്ള യഹൂദ ജനങ്ങളും പോരാ, 12 ശിഷ്യന്മാരും പറഞ്ഞു തീർന്നു പോയി എന്ന് പറഞ്ഞ് താന്താന്റെ വേലയ്ക്ക് വേണ്ടി അവർ കടന്നുപോയപ്പോൾ യേശു ജീവിച്ചിരുന്നപ്പോൾ എന്താണോ പറഞ്ഞത് അതേപോലെ തന്നെ 3-ാം നാൾ റോമ ഇംപീരിയൽ മുദ്രയെ പൊട്ടിക്കൊണ്ട് പുറത്തു വന്നു. ദൂതൻ കല്ലുരുട്ടി മാറ്റിയിട്ട് പറഞ്ഞു, അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നവനെ ഒരു കല്ലറയ്ക്കോ ഒതുക്കുവാൻ കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്നവനെ ഒരു ദേശത്തിൽ ഒതുക്കുവാൻ കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്നവന്റെ കുടുംബത്തെ ഒതുക്കുവാൻ കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്ന സഭയെ സാത്താന് ഒതുക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവ പ്രവർത്തികൾ ഓരോ ദിവസവും വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന യേശുവിനെ ആർക്കും പരാജയപ്പെടുത്തുവാൻ കഴിയില്ല. യേശു ഇഹലോകത്തിലേക്ക് എന്തിനാണോ വന്നത് അത് പൂർണ്ണമായി നിവൃത്തീകരിക്കുവാനിടയായി. അങ്ങനെയെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മളെ കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടല്ലോ. ആ പദ്ധതികൾ സാത്താൻ പരാജയപ്പെടുത്തുവാൻ നോക്കിയാലും പ്രാർത്ഥിക്കുന്ന പ്രിയ ദൈവജനമേ, ആ വാഗ്ദത്തങ്ങളെയും പദ്ധതികളെയും ഒരിക്കലും പരാജയപ്പെടുത്തുവാൻ കഴിയത്തില്ല. പരാജയപ്പെട്ടു എന്ന് തോന്നും. പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക, ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, ആരാധിക്കുക. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ പെടുവാനാണ്. വാക്കുകളെ ചുരുക്കുകയാണ്.